ലോകം മുഴുവനുള്ള വാഹന നിർമ്മാണ കമ്പനികൾ അവരുടെ വാഹനങ്ങളെല്ലാം IC എഞ്ചിനിൽ നിന്ന്, അതായത് നമ്മൾ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ പോലുള്ള ഇന്ധനങ്ങളിൽ നിന്ന് നേരെ ഇലക്ട്രിക്കിലേക്ക് മാറിക്കൊണ്ടിരിക്കുക എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ രാജ്യം വളരെ വേഗത്തിൽ തന്നെയാണ് വാഹനങ്ങൾ ഇലക്ട്രിക്കിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ധാരാളം സബ്സിഡികളോട്, പേയ്മെൻറ്റ് സബ്സിഡിയെക്കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ സബ്സിഡികളൊക്കെ കൊടുത്തിട്ടാണ് ഒത്തിരി കമ്പനീസുകളെ ഇന്ത്യയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. നമുക്ക് റീസെൻ്റ്ലി വാർത്ത കേട്ടുന്ന ടെസ്ല പോലും ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളൊരു വാർത്തയൊക്കെ നമ്മൾ കേട്ടിരുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും ഇപ്പോഴും ആളുകൾക്ക് സങ്കോചമാണ് ഒരു ഇലക്ട്രിക് വാഹനം വാങ്ങേണ്ടതുണ്ട്. കാരണം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഇടയ്ക്ക് കൊണ്ട് ചാർജ് ചെയ്യാനുള്ള ഒരു സമയത്തിൻ്റെ ഒരു പ്രശ്നം, കാരണം വീണ്ടും അത്രയും നേരം കുത്തിയിട്ട് ചാർജ് ചെയ്യുമ്പോൾ അത്രയും സമയം നമുക്ക് നഷ്ടമാകും എന്നുള്ളൊരു ചിന്തയുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ റേഞ്ച് ഒക്കെ ഒരു വലിയൊരു പ്രശ്നമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിശ്ചിതമായിട്ടുള്ള ചില റേഞ്ചുകൾ മാത്രമേ ഇത് ഓഫർ ചെയ്യുന്നുള്ളൂ. പിന്നെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വാഹനത്തിൻ്റെ റീസെയിൽ വാല്യൂ എപ്പോഴും ഒരു പ്രശ്നമാണ്. കാരണം ഈ ഒരു വാഹനം ഇത്രയും ലക്ഷങ്ങൾ വാങ്ങിച്ച് വെച്ചിട്ട് രണ്ടാമത് വിൽക്കുമ്പോൾ വില കിട്ടുമോ എന്നുള്ളൊരു വലിയൊരു പ്രശ്നമാണ്. അങ്ങനെ ഇത്തരം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങിക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും ആൾക്കാർ സംശയിച്ച് നിൽക്കുകയാണ്. പക്ഷേ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് ഇന്ന് BYDയുടെ E6 എന്ന് പറയുന്ന ഒരു വെഹിക്കിളാണ്. ഇത് ഇറങ്ങിയിട്ട് 2-3 കൊല്ലങ്ങളായി എന്ന് പറഞ്ഞാലും ഇപ്പോഴാണ് ഞാൻ ഈ ഒരു പുതിയ ഷോറൂമിലേക്ക്, ഇന്ന് ആക്ച്വലി നമ്മൾ വേറൊരു വാഹനത്തിൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നതാണ്. പക്ഷേ ഈ ഒരു കണ്ടൻറ്റും നിങ്ങളുടെ ഉള്ളിലേക്ക് എത്തിക്കണം എന്ന് എനിക്ക് തോന്നി. കാരണം നമ്മുടെ കാലത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടിരിക്കുന്ന, അല്ലെങ്കിൽ വാല്യൂ ഫോർ മണി, അല്ലെങ്കിൽ നമ്മൾ മുടക്കുന്ന പൈസയ്ക്ക് അത്രയും മൂല്യമുള്ള ഒരു പ്രൊഡക്റ്റാണ് നിങ്ങളിന്ന് പരിചയപ്പെടുത്തുന്നത്. നമ്മളിന്ന് വൈറ്റിലുള്ള BYDയുടെ ഷോറൂമിലാണുള്ളത്. അപ്പോൾ ഇതാണ് BYDയുടെ E6 എന്ന് പറഞ്ഞൊരു മോഡൽ. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. കാരണം ഇത് ഇവർ അഗ്രസീവായിട്ടുള്ളൊരു മാർക്കറ്റിംഗ് ഇല്ലാത്തൊരു കമ്പനിയാണ്. ആൾക്കാർ ഉപയോഗിച്ച് മറ്റുള്ളവർ പറഞ്ഞറിഞ്ഞൊക്കെയാണ് വാഹനങ്ങൾ മേടിക്കുന്നത്. കാരണം അത്രത്തോളം പ്രത്യേകത ഉള്ള വാഹനമാണ് E6 എന്ന് പറയുന്നത്. E6ൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കറക്റ്റായിട്ട് കൃത്യമായിട്ട് 521 കിലോമീറ്ററാണ് ഇവരുടെ പരസ്യങ്ങളിലും ഇവരുടെ ഒരു ബ്രോഷേഴ്സിലൊക്കെ ഇവർ കൊടുത്തിരിക്കുന്നത്. ഈ വാഹനത്തിന് 500 കിലോമീറ്റർ റേഞ്ച് ഒറ്റ ചാർജിൽ കിട്ടും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ വാഹനം നമുക്ക് 2-3 മോഡിൽ നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് പറ്റും. പ്രധാനമായിട്ട് ഈ വാഹനത്തിന് കൂടെ 7.3 കിലോവാട്ടിൻ്റെ ചാർജേഴ്സാണ് കൊടുക്കുന്നത്. ബാറ്ററിയുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 71 കിലോവാട്ടാണ്. അപ്പോൾ നമുക്ക് ഇത് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ഏകദേശം 10 മണിക്കൂർ കൊണ്ട് നമുക്ക് ഫുള്ളി ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ്. പിന്നെ നമുക്ക് ഇതിനകത്ത് നമുക്ക് ഫാസ്റ്റ് ചാർജിങ് ഓപ്ഷൻ ഉണ്ട്. DC ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. ആ DC ഫാസ്റ്റ് ചാർജിങ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വാഹനങ്ങളും ഉള്ള പോലെ തന്നെ ഒരു 50 മിനിറ്റ് കൊണ്ട് ഏകദേശം വാഹനം പെട്ടെന്ന് തന്നെ നമുക്ക് ചാർജ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്ന ഒരു സംവിധാനങ്ങൾ കൂടെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ വാല്യൂ ഫോർ മണി എങ്ങനെയാണ് ആകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വേൾഡിൽ BYDയുടെ ഈ E6 എന്ന് പറയുന്ന വാഹനം ഇത് ശരിക്കും പറഞ്ഞ ഒരു ലക്ഷറി കാറ്റഗറി ആയിട്ടല്ല ഇവർ ഇറക്കിയിരിക്കുന്നത്. പ്രധാനമായിട്ട് കമ്മ്യൂട്ടാണ്. അതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് പറഞ്ഞുതരാം. ഈ വണ്ടിയുടെ അഡ്വാൻറ്റേജ് പറയാം. ഒരു പ്രാവശ്യം പോലും ബാറ്ററി മാറാതെ, അല്ലെങ്കിൽ ബാറ്ററി നന്നാക്കാതെ 10 ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടി ഇന്ന് വേൾഡിലുണ്ട്. ചൈനയിലൊക്കെ 10 ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടിയുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഇത് നമ്മുടെ ഈ കൊച്ചിനിൽ നമ്മുടെ ഈ ഷോറൂമിൽ നിന്ന് തന്നെ 2 ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടി ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ BYDയുടെ E6ലേക്ക് വരുന്ന സമയത്ത് ഇതിൻ്റെ വാല്യൂ ഫോർ മണിയാണെന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം മിക്ക ബ്രാൻഡ്സിനും 8 വർഷം വാറണ്ടി കൊടുക്കാറുണ്ട്. പക്ഷേ 1.5 ലക്ഷം കിലോമീറ്റർ കൊടുക്കുന്ന സ്ഥാനത്ത് ഇവർ 5 ലക്ഷം കിലോമീറ്ററാണ് ഇതിൻ്റെ വാറണ്ടി ഫിഗേഴ്സ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും അത്രയും ഇവരുടെ ബാറ്ററി ടെക്നോളജിയിൽ അത്രയും വിശ്വാസമുണ്ട്. അതുപോലെ തന്നെ വേൾഡിൽ പേറ്റന്റഡ് ആയിട്ടുള്ള ബ്ലേഡ് ടെക്നോളജി, ലിഥിയം അയൺ ബാറ്ററീസ് ഒക്കെ സപ്ലൈ ചെയ്യുന്ന പല കമ്പനികൾക്കും പ്രൊവൈഡ് ചെയ്യുന്നവരാണ്. പ്രത്യേകിച്ച് നമ്മുടെ മോട്ടറോള പോലുള്ള വലിയ ബ്രാൻഡുകൾക്ക്, അതുപോലെ നോക്കിയ പോലുള്ള ബ്രാൻഡുകൾക്ക്, ഈവൻ ടെസ്ലയ്ക്ക് പോലും ബാറ്ററി കൊടുക്കുന്നത് ഈ BYD ആണ്. അപ്പോൾ ഈ ഒരു വാഹനത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ബേസിക്കലി ഈ വാഹനത്തിൻ്റെ വിലയെന്ന് പറയുന്നത് 32,40,000 രൂപയ്ക്ക് ഓൺ റോഡിൽ നമുക്ക് ഇറങ്ങാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഇവർ പറയുന്ന പ്രോമിസസും ഇവർ ഡെലിവറി ചെയ്തിരിക്കുന്ന പ്രോമിസസും വെച്ച് നോക്കുമ്പോൾ ഇത് വാല്യൂ ഫോർ മണി അല്ലേ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും വർഷം നമുക്ക് 10 ലക്ഷം കിലോമീറ്റർ വരെ ഓടിയ വാഹനം ചൈനയിലുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കുക. 10 ലക്ഷം കിലോമീറ്റർ ഓടാനായിട്ട് എത്ര ഫ്യൂവൽ വേണ്ടി വരും അല്ലേ? ഇത് ഈ പറയുന്ന വാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ലക്ഷം കിലോമീറ്റർ ഓടിച്ച് ഇനി വെറുതെ നമ്മൾ ആക്രിക്കടയിൽ കൊടുക്കുന്നു പറഞ്ഞാൽ പോലും വാല്യൂ ഫോർ മണി ആണെന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. ഇത് അത്യാവശ്യം നല്ല സൈസുള്ളൊരു വാഹനമാണ്. ഒരു 5 സീറ്റർ വാഹനമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലൊരു ഇന്നോവ ക്രിസ്റ്റയേക്കാളും വലിപ്പമുള്ളൊരു വാഹനമാണ്. കാരണം അത്രയും നീളവും ഒക്കെ ഉള്ളൊരു വാഹനമാണ്. ഇഷ്ടം പോലെ സ്പേസ് ആണെന്നുള്ളതാണ് പ്രത്യേകത. ഇപ്പോൾ 4695 മില്ലിമീറ്ററാണ് ലെങ്ത് എന്ന് പറയുന്നത്. 2700 വീൽ ബേസ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു വാഹനം എങ്ങനെയുണ്ട് എന്നൊക്കെ നമുക്ക് നോക്കാം. പ്രധാനമായിട്ട് എടുത്തു പറയാനായിട്ട് ഒരുപാട് ഗിമിക്സ് ഒന്നും വാഹനത്തിനകത്ത് കൊടുത്തിട്ടില്ല. കാരണം യാത്ര അല്ലെങ്കിൽ കൂടുതൽ ദൂരം താണ്ടുക അല്ലെങ്കിൽ അതൊക്കെ മാത്രമേ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. ഇത് പെർഫോമൻസ് വെഹിക്കിൾ അല്ല. ഇതിൻ്റെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് 130 കിലോമീറ്ററാണ്. 100 ഒക്കെ ഈസിലി കയറി പോകുന്നുണ്ട്. 120 വരെയൊക്കെ
വളരെ നന്നായിട്ട് ക്രൂയിസ് ചെയ്ത് പോകാൻ പറ്റുന്ന ലോങ് ഡിസ്റ്റൻസ് വാഹനമാണ്. അപ്പം ഈ ഒരു വാഹനത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാട്ടിലൊക്കെ കാണുന്ന ഇന്നോവയുടെ അത്രയും തന്നെ ആ ഒരു ഷേപ്പും രൂപവും ഒക്കെയാണ് പ്രത്യേകിച്ച് വാഹനത്തിനകത്തുള്ളത്. നമുക്ക് ഏറ്റവും ഫ്രണ്ടിലായിട്ട് BYDയുടെ ആ ലോഗോ കാണാം, ബിൽഡ് യുവർ ഡ്രീംസ് എന്നാണ് ആ ഒരു ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അതുപോലെ നമുക്കിവിടെ ഗ്രിൽസ് കാണാം, ക്ലോസ്ഡ് ആയിട്ട് വരുന്ന ഗ്രിൽസാണ് വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഹെഡ് ലാംപ്സിലേക്ക് വരുന്ന സമയത്ത് നമുക്കിവിടെ പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് നമുക്കിവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. അത്യാവശ്യം നല്ല നീണ്ട കണ്ണുകൾ പോലെയുള്ള ഒരു ലൈറ്റിങ്സ് ആണ് അവിടെ വരുന്നത്. താഴോട്ട് വരുന്ന സമയത്തേക്ക് ഇതിനകത്ത് ഈ വാഹനത്തിനകത്ത് ബമ്പറിൻ്റെ ഏരിയ ഒക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ ഡിസൈൻസ് ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയൊക്കെ വെച്ചിട്ടുണ്ട്. ഏറ്റവും ഫ്രണ്ടിൽ ഒരു എയർ ഡാം ഏരിയ നമുക്കിവിടെ കാണാനായിട്ട് നമുക്ക് പറ്റും. ഈ ഗ്രിൽസിനകത്തോടെ അത്യാവശ്യം കാറ്റ് അകത്തേക്ക് കയറുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മോട്ടോഴ്സൊക്കെ പെട്ടെന്ന് നടത്തുക. പെർമനൻറ്റ് മാഗ്നറ്റ് സിഗ്നൽസ് മോട്ടറാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 HP ആണ് വാഹനത്തിൻ്റെ പവർ എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല നമുക്ക് ഈ പറയുന്ന പോലെ പെർഫോമൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ നമ്മൾ കൂടുതലായിട്ടുള്ള കമ്മ്യൂട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈസിലി നമുക്ക് പോകാനായിട്ട് പറ്റും. ഒറ്റ ചാർജ് എന്ന് പറയുമ്പോൾ 71 കിലോവാട്ടിൻ്റെ എന്ന് പറയുമ്പോൾ എത്ര 71 × 5 വരുമായിരിക്കും, 5 35 350 400 രൂപയ്ക്കൊക്കെ ഫുൾ ചാർജ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. സൈഡിലേക്ക് വരുന്ന സമയത്ത് ചെറിയ ഭംഗിയൊക്കെ കൂട്ടാൻ വേണ്ടിയുള്ള കുറേ ഗാർണിഷുകളും കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിന് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇവിടെ ഒരു സിൽവർ ഗാർണിഷും കാര്യങ്ങളൊക്കെ വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ വാഹനത്തിൻ്റെ ORVM എന്ന് പറയുന്നത്. അതുപോലെ ഡോർ ഹാൻഡിൽസൊക്കെ നോർമലായിട്ട് വരുന്ന ഡോർ ഹാൻഡിൽസൊക്കെ തന്നെയാണ്. ഇതിന് മെയിനായിട്ട് വാഹനത്തിനകത്തുള്ള ഈ ഒരു ബാക്ക് സൈഡിലേക്കൊക്കെ വരുമ്പോൾ ഭയങ്കര സ്പേഷ്യസ് ആയിട്ടാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ വീലിലേക്കൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഈ വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത് 17 ഇഞ്ചായിട്ട് വരുന്ന വീൽ പ്രൊഫൈലാണ് വരുന്നത്. ഫ്രണ്ടിലും ബാക്കിലൊക്കെ ഡിസ്ക് ബ്രേക്കുകളാണ് വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഏറ്റവും ബാക്ക് വശത്തേക്ക് വരാം. ബാക്ക് വശത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നതെന്ന് പറഞ്ഞാൽ മുകളിൽ ഒരു ഷാർഫിൻ ആൻറ്റയുണ്ട്, പിന്നെ ഇവിടെ ഒരു സ്പോയിലറുണ്ട്, ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ്, അതുപോലെ ഡീഫോഗറുള്ള ഗ്ലാസ്, ഇവിടെ ഒരു വൈപ്പർ പോയിട്ടുണ്ട്, BYD ലോഗോ നമുക്ക് കാണാം. രണ്ട് വശത്തായിട്ട് നമുക്ക് ടെയിൽ ലാംപ്സ് നമുക്ക് കാണാൻ പറ്റും. അതും ഭംഗിയുള്ള ടെയിൽ ലാംപ്സ് ആയിട്ടാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. ടെയിൽ ഗേറ്റിൽ E6 എന്ന് പറയുന്നത് എഴുതിയിരിക്കുന്നത് നമുക്കിവിടെ കാണാൻ നമുക്ക് സാധിക്കും. അപ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ ബൂട്ട് ഒന്ന് നോക്കാം. ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ ബൂട്ട് സ്പേസ് ഉള്ള വാഹനമാണ്. 580 ലിറ്റേഴ്സിൻ്റെ ബൂട്ട് സ്പേസ് ആണ് വാഹനത്തിനകത്ത് വരുന്നത്. അതുപോലെ നമുക്ക് ഇതിന് താഴെയായിട്ട് വരുമ്പോൾ സ്പെയർ വീലും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ലുക്ക് കൊണ്ടൊക്കെ നോക്കുമ്പോൾ ഒരു 7 സീറ്റർ ആണെന്ന് തോന്നുമെങ്കിലും ഇത് ശരിക്കും 5 സീറ്റർ ആയിട്ട് വരുന്ന ഇഷ്ടം പോലെ സ്പേസ് ഉള്ളൊരു വാഹനമാണ്. ഓക്കെ, നമുക്കിവിടെ ഈ പറയുന്ന ചാർജിങ് പോയിന്റ് നമുക്കിവിടെ കാണാൻ നമുക്ക് സാധിക്കും. അതുപോലെ ഈ വാഹനത്തിൻ്റെ സസ്പെൻഷനെ കുറിച്ചൊക്കെ പറഞ്ഞാൽ മക്കോസിൻ്റെ സസ്പെൻഷനാണ് വരുന്നത്. അതുപോലെ ബാക്കിൽ മൾട്ടി ലിങ്ക് ആണ് വരുന്നത്. കണ്ടോ, ഇതിനകത്തേക്കുള്ള സ്പേസ് നിങ്ങൾ നോക്കി, അകത്തേക്കൊന്ന് കയറുന്ന സമയത്ത് എന്താ ഇരുന്ന് കഴിയുമ്പം എന്തോരം സ്പേസ് ആണ് ഇവിടെ. നല്ല ഹെഡ് റൂമും ഉണ്ട്, നല്ല സ്പേസും ഉണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ യാത്രയ്ക്ക് ഒരു നല്ല ദീർഘദൂര യാത്രകളൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ വളരെ ധൈര്യത്തോടെ എടുക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് BYDയുടെ E6 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഡ്രൈവർ ക്യാബിൻ്റെ അങ്ങോട്ട് പോകാം. ഒരുപാട് ഈ പറയുന്ന പോലെ ഗിമിക്സ് ഒന്നും വാഹനത്തിനകത്തില്ല. നോർമലി കണ്ടുവരുന്ന ഒരു IC കാറിനകത്തുള്ള എല്ലാ സംവിധാനങ്ങളും മാത്രമേ ഉള്ളൂ. എന്നാലും നമുക്ക് നോക്കാം. സീറ്റ്സിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ടിൽ സീറ്റ്സ് അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ്സ് ആണ്. പ്രത്യേകിച്ച് അതിൻ്റെ ഡിസൈനും ഷേപ്സും ഒക്കെ അത്യാവശ്യം നല്ല തൈ സപ്പോർട്ടൊക്കെ തരത്തക്ക രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. മാനുവലിയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സീറ്റിലേക്ക് ഒന്ന് കയറാം. അപ്പം ഇതാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഒരു കോക്പിറ്റ് ഏരിയ എന്ന് പറയുന്നത്. നമുക്ക് വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് വീല് കാണാം. അപ്പം ഇതിനകത്ത് ഇതൊക്കെ BYD എന്ന് പറയുന്ന സ്റ്റിക്കറിങ് അവിടെയുണ്ട്. ഹോണും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. 4 എയർ ബാഗ്സ് ആണ് വാഹനത്തിനകത്ത് വരുന്നത്. നമുക്കിവിടെ സ്റ്റിയറിംഗ് എയർ ബാഗ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ വശത്തേക്ക് വരുമ്പോൾ ലൈറ്റ്സിൻ്റെ കൺട്രോളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ മീറ്റർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഇത് ലക്ഷറിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാത്തതുകൊണ്ട് പഴയ അനലോഗ് സിസ്റ്റം തന്നെയാണ് വാഹനത്തിനകത്ത് പ്രധാനമായിട്ടും നമ്മൾ കണ്ടുവരുന്നത്. ഇങ്ങനെയാണ് ഈ ഒരു ക്ലസ്റ്റർ ഓൺ ആക്കി വരുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഡിസ്പ്ലേയും കാര്യങ്ങൾ കാണാം. നടുക്ക് ഡിസ്പ്ലേ ഉണ്ട് കേട്ടോ, ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേയും വാഹനത്തിന് അടുക്കായിട്ട് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്ക്രീനും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്ക് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് AC വെൻറ്റുകൾ കാണാം. അവിടെ ബിൽഡ് യുവർ ഡ്രീംസ് എഴുതിയിരിക്കുന്നത് കാണാം. പിന്നെ ഇതാണ് ഇതിൻ്റെ ഒരു സെൻട്രൽ കൺസോൾ വരുന്നത്. സെൻട്രൽ കൺസോളിലേക്ക് വരുന്ന സമയത്ത് നമുക്കിവിടെ പറയുന്ന വാഹനത്തിൻ്റെ കുറച്ച് കൺട്രോൾസും കാര്യങ്ങളൊക്കെയാണ്. പ്രത്യേകിച്ച് പാർക്കിൻ്റെ അസിസ്റ്റുകളും അതുപോലെ വാഹനത്തിൻ്റെ ഫാൻ AC ഫാൻ ഓണാക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. വാഹനത്തിനകത്ത് വേറെ ഡ്രൈവ് മോഡ്സ് ഒന്നും പ്രത്യേകിച്ചില്ല. റിവേഴ്സ് ന്യൂട്രൽ ഡ്രൈവ് ഇത്ര മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇലക്ട്രിക് പാർക്ക് ബ്രേക്ക് കാണാം. വാഹനത്തിന് താക്കോല് നമുക്ക് ഇവിടെ കാണാം. കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. അതുപോലെ ഫോൺ വെക്കാനുള്ള, ഫോൺ ഇങ്ങനെ കുത്തനെ നിർത്താനുള്ള ഒരു അറ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസും കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. അതിനകത്ത് തന്നെ ചാർജിങ് യൂണിറ്റ്സും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അതായത് ഫോൺ നമുക്ക് ചാർജ് ചെയ്യാനുള്ള 120 വോൾട്ടിൻ്റെ ചാർജറും ഉണ്ട്. അതുപോലെ തന്നെ USB ചാർജേഴ്സും കൊടുത്തിട്ടുണ്ട്. സീറ്റ്സ് അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റുകളാണ് ഈ വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ വശത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സൺവൈസേഴ്സ് കാണാം. അതിനകത്തൊരു വാനിറ്റി മിററും കാര്യങ്ങളൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ വശത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെയും വാനിറ്റി മിറേഴ്സ് ഉണ്ട്. രണ്ട് വശത്തും നമുക്ക് കണ്ണാടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്തൊന്നും ഒരു കുറവും വരുത്തിയിട്ടില്ല.
പിന്നെ ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈറ്റ്സ് കാണാം, മൂൺ ലൈറ്റ് കളേഴ്സ് ഉള്ള ലൈറ്റ് ഉണ്ട്. പിന്നെ ഒരു ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റബിൾ ചെയ്യാൻ പറ്റാത്ത നോർമലായിട്ടുള്ള ഒരു IRVയും വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ഗ്ലോ ബോക്സ് കാണാം. അത്യാവശ്യം ഡീപ്പറായിട്ടുള്ള ഒരു ഗ്ലോ ബോക്സ് ആണ് വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ പാനലൊക്കെ നല്ലതാണ് കേട്ടോ, കാരണം ഒരു വുഡൻ ഫിനിഷിലൊക്കെയാണ് ഈ ഒരു പാനലൊക്കെ ഇവിടെ കൊടുത്തു വെച്ചിരിക്കുന്നത്. ഓക്കെ, അത് അത്യാവശ്യം നല്ല ഭംഗിയൊക്കെ ഉണ്ട്. വാഹനം കാണുന്നതിനൊന്നും അങ്ങനെ കുഴപ്പമൊന്നുമില്ല. നല്ല ഈ ഒരു കുറച്ച് ലക്ഷറി വാഹനത്തിൻ്റെ ഒരു ഇൻറ്റീരിയർ പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് കുറച്ചും കൂടെ എക്കണോമിക്കാണ്. അപ്പോൾ ഇതൊക്കെയാണ് E6ൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് വാഹനങ്ങൾ എടുക്കാനായിട്ട് താല്പര്യപ്പെടുന്നവർക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രാൻഡാണ് BYD. കാരണം വെച്ചാൽ 100% വാല്യൂ ഫോർ മണിയാണ്. ഉത്തരം ചിന്തിച്ചാൽ മതി. ഈ ഒരു വാഹനം ഇപ്പം 10 ലക്ഷം കിലോമീറ്റർ വരെ ഓടിയ വാഹനമാണ്. അത് തന്നെയാണ് വീണ്ടും ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ളത്. അതായത് ബാറ്ററി ചേഞ്ച് ചെയ്ത 10 ലക്ഷം കിലോമീറ്റർ ഓടിയ വാഹനങ്ങളുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ വീണ്ടും പറയുന്നത്, ഇത് നമ്മളൊരു 5 വർഷം നമ്മൾ ഓടിച്ചിട്ട് ഇനിയിപ്പോൾ എങ്ങനെ ടോട്ടൽ ലോസിൽ പോയാലോ അല്ലെങ്കിൽ നമ്മൾ തൂക്കി വെച്ചെന്ന് പറഞ്ഞാലും വാല്യൂ ഫോർ മണി തന്നെയാണ്. നിങ്ങൾ ആ ഫ്യൂവലിൻ്റെ ഒരു കാൽക്കുലേഷൻ നിങ്ങൾ എടുത്ത് നോക്കിയാലും മതി. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എഴുതുക ഈ E6നെ കുറിച്ച്. കാരണം നമ്മുടെ ഇപ്പോൾ നിരത്തിൽ ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് V6 ഈ ഒരു വണ്ടി കാണാനായിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ഉള്ളത് കമൻറ്റ് വേണ്ടി എഴുതുക. അതുകൊണ്ട് ഇവരുടെ മറ്റുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. സോ ദിസ് ഈസ് റോബിൻ സൈനിങ് ഓഫ് ഫ്രം റോമൈ ഷോ.